റേഡിയോ മലയാളം പയമേ പണലി. പയമേ പണലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. പയമേ പണലിയിൽ മാവിലൻ ഗോത്രഭാഷയിലെ കവിയും ഗോത്രഭാഷാ സംരക്ഷണ പ്രവർത്തകനുമായ ശ്രീ സുരേഷ് എം മഞ്ഞമ്പരയുടെ കവിതയും ജീവിതവും. നമസ്കാരം, ഞാൻ സുരേഷ് എം മഞ്ഞളമ്പര. കാസർഗോഡ് ജില്ലയിൽ മുന്നാട് വില്ലേജിൽ പുലിക്കോട് മഞ്ഞളമ്പരയിലാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ കിനാനൂർ വില്ലേജിൽ നെല്ലിയടുക്കം ചാങ്ങാടാണ് താമസിക്കുന്നത്. ഭാര്യ തങ്കമണി സുരേഷ്, മക്കൾ വിദ്യാർത്ഥികളായ ശ്രീകുട്ടി സുരേഷ്, ശ്രീലക്ഷ്മി സുരേഷ്. റേഡിയോ മലയാളത്തിലെ പയമേ പണലി എന്ന പ്രത്യേക പരിപാടിയിൽ എൻ്റെ ഗോത്രത്തെയും ഗോത്ര ചരിത്രത്തെയും എൻ്റെ ഗോത്രഭാഷാ കവിതകളെക്കുറിച്ചും സംസാരിക്കുന്നതിന് സാധിച്ചതിൽ സന്തോഷിക്കുന്നു. ഞാൻ പഠിച്ചത് AEP സ്കൂൾ ബഡടുക്ക, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടോടി, ഗവൺമെൻറ് കോളേജ് കാസർഗോഡ്, റിതം സ്കൂൾ ഓഫ് ആർട്സ് വിദ്യാനഗർ കാസർഗോഡ് എന്നിവിടങ്ങളിലാണ്. എൻ്റെ തൊഴിൽ ചുമർചിത്രം എൻ്റെ ഒരു വരുമാന മാർഗമാണ്. അതോടൊപ്പം തന്നെ മറ്റ് ജോലികളും ചെയ്യുന്നു. ഞാൻ മാവിലൻ ഗോത്ര അംഗമാണ്. കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയുടെ ചില ഭാഗങ്ങളിലും കാസർഗോഡ് ജില്ലാ അതിർത്തിയോട് ചേർന്ന കർണാടക ഭാഗങ്ങളിലുമാണ് മാവിലന്മാർ അധിവസിക്കുന്നത്. സാംസ്കാരികപരമായും ഭാഷാപരമായും ആചാരപരമായും കലാപരമായുമൊക്കെ വളരെയേറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ഗോത്രവിഭാഗമാണ് മാവിലന്മാർ. മാവിലൻ്റെ ഭാഷ ഏറ്റവും പ്രാചീനമായ ലിപിയില്ലാത്ത ഭാഷയാണ് മാവിലൻ തുളു. ഈ മാവിലൻ തുളുവിന് കന്നഡയും തുളു ഭാഷയുമായൊക്കെ ഏറെക്കുറെ സാമ്യമുണ്ട്. മാവിലൻ്റെ കല, മാവിലൻ്റെ പാരമ്പര്യമായ കല മംഗലംകളി തന്നെയാണ്. മംഗലംകളി ഇന്ന് ജനകീയമായൊരു കലയായതിനാൽ മംഗലംകളിയെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് മാവിലൻ്റെ മറ്റൊരു കല എരുതുകളി. എരുതുകളിയെക്കുറിച്ചും മുമ്പ് ഒരുപാട് പേർ പറഞ്ഞതിനാൽ അതിനെക്കുറിച്ചും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മാവിലന്മാർക്കിടയിൽ ഒരുപാട് ഇല്ലങ്ങളുണ്ട്. താമണിമിന്ന, മാണിമിന്ന, പായ്നിറമിന്ന, കുടമിന്ന എന്നിങ്ങനെയൊക്കെ 10ഓളം ഇല്ലങ്ങളും ഉപ ഇല്ലങ്ങളും ഒക്കെ ചേർന്ന് 12ഓളം ഇല്ലങ്ങളുണ്ട്. ഇല്ലങ്ങൾ എന്ന് പറഞ്ഞാൽ മാവിലൻ ഭാഷയിൽ കുടുംബം, മിന്നം എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ കുടമിന്നം എന്ന ഇല്ലത്തിലാണ് പെടുന്നത്. കൂടാതെ മാവിലൻ്റെ കൃഷി മറ്റ് ആദിവാസികൾ ചെയ്യുന്നത് പോലെ തന്നെ പുനം കൃഷി തന്നെയാണ് മുഖ്യ കൃഷി. അതുകൂടാതെ തന്നെ വനവിഭവങ്ങൾ ശേഖരിക്കലും കൂട്ടമടയിലും ഒക്കെ. അതിൽ പുനം കൃഷിയെ മാവിലന്മാർ കുമർ എന്നാണ് പറയുന്നത്. ഈ കുമർ കൃഷിക്ക് പ്രത്യേകതരം ആയുധമാണ് മാവിലന്മാർ ഉപയോഗിക്കുന്നത്. അതിന് പ്രത്യേക പേരും ഉണ്ട്, പർവൈ. നമ്മുടെ ഇന്നത്തെ തൂമ്പയുടെ ചെറിയ പതിപ്പാണ് ഈ പർവൈ എന്ന് പറയുന്ന ആയുധം. അതുകൂടാതെ തന്നെ കതിര് കൊയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയെ, അരിവാൾ എന്ന കത്തിയെ കൊയിലത്തി എന്നാണ് മാവിലന്മാർ പറയുന്നത്. അതുപോലെ തന്നെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾക്കുമുണ്ട് മാവിലന്മാരുടെ ഭാഷയിൽ പ്രത്യേകത. പിരിവ്, വില്ലിൻ്റെ മറ്റൊരു പതിപ്പാണ് പിരിവ്. അമ്പിന് പകരം കല്ലാണ് ഉപയോഗിക്കുന്നത്. മാവിലന്മാരുടെ വീട്ടുപകരണങ്ങളുടെ പേരിലുമുണ്ട് പ്രത്യേകത. നാം സാധാരണ ധാന്യങ്ങൾ, അരിയൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകോലിന്, ഇടങ്ങഴി എന്നൊക്കെ പറയുന്ന ഈ അളവുകോലിന് മാവിലന്മാർ മാനം എന്ന് പറയുന്ന മുളങ്കുറ്റി കൊണ്ട് ഉണ്ടാക്കിയ ഒരു അളവ് കോലാണ് ഉപയോഗിക്കുന്നത്. അത് മാവിലന്മാർ മുളങ്കുറ്റി കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അതുകൂടാതെ തന്നെ ജംഗം, ഇറച്ചിയും മറ്റ് നനഞ്ഞ വസ്തുക്കളൊക്കെ ഉണക്കിയെടുക്കുന്നതിന് അടുപ്പിന് മുകളിൽ നിർമ്മിക്കുന്ന ഒരു തട്ടാണ് ജംഗം. മുള, ഓട എന്നിവയൊക്കെ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. അതുകൂടാതെ തന്നെ പാകിട, മുളക് ചമ്മന്തി, പുളിയനുറുമ്പ് അഥവാ നീറ് ചമ്മന്തി
നീറിന് പുളിയനുറുമ്പിനെ മാവിലന്മാർ ഉറുക്കി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞണ്ട് ചമ്മന്തി, ഞണ്ടിനെ മാവിലന്മാർ ഇടഞ്ചി എന്നാണ് പറയുന്നത്. ഇവയൊക്കെ അരച്ചെടുക്കുന്നതിന് വേണ്ടി മാവിലന്മാർ മരം കൊണ്ട് നിർമ്മിച്ചൊരു പാത്രമാണ് പാകിട. അതുപോലെ തന്നെ കൊരമ്പ, ഓലക്കൊരമ്പ എന്നൊക്കെ നമ്മൾ പറയുന്ന മഴവിനായ മഴക്കോട്ട്, ഇതിന് മാവിലന്മാർ കെടിഞ്ചൽ എന്നാണ് പറയുന്നത്. ഇത് മാവിലന്മാർ നിർമ്മിക്കാറുണ്ട്. അതുകൂടാതെ തന്നെ വീട് നിർമ്മാണം അതാത് മേഖലകളിൽ കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് വീട് നിർമ്മാണം. വീടിനെ പട്ടം എന്നാണ് മാവിലന്മാർ പറയുന്നത്. ഇപ്പോൾ ചെങ്കൽ മേഖലയിൽ നെയ്മുളി എന്ന പുല്ലുവർഗം ഉപയോഗിച്ചാണ് വീട് മേയുന്നത്. അതുപോലെ തന്നെ ഈറ്റ കൂടുതലുള്ള മേഖലകളിൽ ഈറ്റയില ഉപയോഗിച്ചും പന കൂടുതലുള്ള മേഖലകളിൽ പനയോല ഉപയോഗിച്ചും ഒക്കെയാണ് മാവിലന്മാർ വീട് നിർമ്മിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിനേക്കാളും മാവിലൻ ഗോത്രത്തിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടുതലൊന്നും മാവിലന്മാരുടെ ചരിത്രങ്ങളൊന്നും എവിടെയും രേഖപ്പെടുത്തി കാണുന്നില്ല. എങ്കിലും കാഞ്ഞങ്ങാടിനടുത്തെ കൊടവലത്ത് അവരുടെ പ്രാദേശിക ചരിത്രരേഖയിൽ മാവിലൻ ഗോത്രത്തിനെ പറ്റി പരാമർശം ഉണ്ട്. BC 5-ാം നൂറ്റാണ്ടിനും AD 5-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഇവിടെ കൃഷി ആരംഭിച്ചതെന്നും ആദിവാസികളാണ് ആദ്യമായി ഇവിടെ കൃഷി ചെയ്തത് എന്നും ആ പുസ്തകത്തിൽ പറയുന്നു. ഇവിടെ ആ കാലഘട്ടത്തിൽ താമസിച്ചിരുന്നത് മായിലൻ അഥവാ മാവിലന്മാരായിരുന്നു. പിന്നീടുള്ള കാലഘട്ടത്തിൽ ഇവിടെ ഉയർന്നു വന്ന ക്ഷേത്രവക വയലിൽ കൊയ്യാൻ ഉള്ള അധികാരവും മാവിലന്മാർക്ക് ഉണ്ടായിരുന്ന അവകാശം. അത് മണിയാണി സമുദായത്തിനോടൊപ്പം മാവിലന്മാർക്കും ഈ ക്ഷേത്ര വയൽ കൊയ്യാൻ അവകാശമുണ്ടായിരുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ആ കാലഘട്ടത്തിൽ മംഗലം കളിപ്പാട്ടിൽ പറയുന്നത് പോലെ മാവിലന്മാർ പ്രബലരായിരിക്കണം. അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്ത് ഇന്ന് കാണുന്നത്ര ജാതീയത നിലനിന്നിരിക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു പരുതാളിക്കാവുണ്ട്, പരുതാളി അമ്മ. ഈ പരുതാളി അമ്മ കാവ് സംരക്ഷിക്കുന്നതും മാവിലന്മാർ തന്നെയാണ്. മാവിലന്മാർ പൊതുവെ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗോത്രവിഭാഗമാണ്. മാവിലന്മാരുടെ ഇടയിൽ സ്ത്രീകൾക്കാണ് പ്രാധാന്യം. അതുപോലെ തന്നെയാണ് ഇവിടെ പരുതാളി അമ്മ. ഇതിൻ്റെ പൂർണ്ണ സംരക്ഷണം മാവിലന്മാർക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ബന്തെടുക്കയിലെ മാവിലൻ കോട്ട അഥവാ മായിലൻ കോട്ട, ഇത് പ്രകൃതി നിർമ്മിതമാണ്. ഇവിടെ മാവിലന്മാർ ആദ്യകാലത്ത് അധിവസിച്ചതായി പറയപ്പെടുന്നു. അതിന് ഉദാഹരണമാണ് ഇതിൻ്റെ താഴ്വാരങ്ങളിലെ ചില സ്ഥലങ്ങൾക്ക് നമ്മുടെ പൂർവികരുടെ പേര്, ഉദാഹരണത്തിന് കുമ്പച്ചിമൂല എന്നൊക്കെ പേര് വരാൻ കാരണം. കൂടാതെ തന്നെ എൻ്റെ കവിതയിലേക്കും എൻ്റെ ഗോത്രഭാഷ സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് എന്നെ ഈ അവസ്ഥയിലേക്ക് പ്രാപ്തരാക്കിയ ഒരുപാട് വ്യക്തികൾ ഉണ്ട്. അവരെ കൂടി ഈ സമയത്ത് ഞാൻ ഓർത്തെടുക്കുകയാണ്. ഏകദേശം 2000-ത്തിലൊക്കെയാണ് മാവിലന്മാരുടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. അതിന് കാരണം അന്ന് നമ്മൾക്കിടയിൽ മാവിലന്മാർക്കിടയിൽ മാവിലൻ കൾച്ചറൽ മൂവ്മെൻറ്റ് എന്നൊരു സംഘടന വരികയും അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്ന ശ്രീ CJ കൃഷ്ണേട്ടൻ, ശ്രീ BC മാവിലൻ എന്ന ബാലകൃഷ്ണേട്ടൻ, കുടമിന്ന സുകുമാരേട്ടൻ, കളക്കര മാധവിയേട്ടി, കുഞ്ഞികൃഷ്ണൻ വെളുത്തോളി, യുവകവിയായ ബാലകൃഷ്ണൻ കിഴക്കേടത്ത്, ശ്രീ OK പ്രഭാകരേട്ടൻ എന്നിവരൊക്കെ ആ കാലഘട്ടത്തിൽ MCMൻ്റെ കീഴിൽ, മാവിലൻ കൾച്ചറൽ മൂവ്മെൻറ്റിൻ്റെ കീഴിൽ മാവിലൻ വോയിസ് എന്നൊരു മാസികയും ഇറങ്ങിയിരുന്നു. ഈ മാസികയിൽ ആദ്യമായി ഗോത്രഭാഷയിൽ കവിത എഴുതിയത് ശ്രീ OK പ്രഭാകരേട്ടനായിരുന്നു. അതുകൂടാതെ തന്നെ മംഗലം കളി ഇന്ന് ഇത്ര എത്തപ്പെടാൻ കാരണം ശ്രീ OK പ്രഭാകരേട്ടനായിരുന്നു. പ്രഭാകരേട്ടനാണ് മംഗലം കളിയെ ജനകീയമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത്. മാവിലൻ്റെ ഭാഷാപരമായും ആചാരപരമായും അനുഷ്ഠാനപരമായും കലാപരമായും ഒക്കെയുള്ള അറിവുകളുടെ ഒരു സർവകലാശാല തന്നെയാണ് ശ്രീ OK പ്രഭാകരേട്ടൻ. അതുപോലെ തന്നെ എൻ്റെ കവിതയിലേക്ക് ആദ്യം വരുന്നത് തന്നെ എൻ്റെ
ചേച്ചിയിലൂടെയാണ്. എൻ്റെ ചേച്ചിയുടെ പേര് സുധാ രാജേഷ് മഞ്ഞളമ്പര. ചേച്ചി എഴുതുന്നത് കണ്ടിട്ടാണ് ഞാൻ കവിതയിലേക്ക് വന്നത്. പിന്നീട് ഗോത്രഭാഷാ കവിതകളും എഴുതി. കൂടുതൽ ഞാൻ ഈ സാഹിത്യരംഗത്തേക്ക് കടന്നു വന്നത് കവി പി രാമമാഷിനെ പരിചയപ്പെട്ടതോടുകൂടിയാണ്. ആ നന്ദി ഈ സമയത്ത് ഞാൻ ശ്രീ രാമമാഷിനെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ 2018 കോഴിക്കോട് നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിൽ പങ്കെടുത്തിരുന്നു. അതേ വർഷം തന്നെ പട്ടാമ്പി കോളേജിൽ നടന്ന കവിതാ കാർണിവലിലും മാവിലൻ ഗോത്രഭാഷാ കവിതകൾ അവതരിപ്പിച്ചു. ചിത്രകലാരംഗത്ത് ലളിതകലാ അക്കാദമിയുടെ ക്യാമ്പിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് ചിത്ര പ്രദർശനങ്ങളും നടത്തിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം പയമേ പണലി. പയമേ പണലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. പയമേ പണലിയിൽ മാവിലൻ ഗോത്രഭാഷയിലെ കവിയും ഗോത്രഭാഷാ സംരക്ഷണ പ്രവർത്തകനുമായ ശ്രീ സുരേഷ് എം മഞ്ഞമ്പരയുടെ കവിതയും ജീവിതവും. ഇനി എൻ്റെ കവിതയിലേക്ക്. പിരിവ്. എക്കുഞ്ചി പിരിവ് പോടു എക്കളന തൂവുട്ടി മേയ പറക്കണവുന തികലക് തെറ്റയ. എക്കൊഞ്ചി പിരിവ് പോടു എക്കളന തൂവുട്ടി മേയ പറക്കണവുന തികലക് തെറ്റയ. നികലുപോലെ എന്ന ഗോത്രത്തെ എഡ്ഡകാലം കളുവിയ പറക്കണവുന കുലഞ്ചൂത് തെറ്റയ പോടു എക്കൊഞ്ചി പിരിവ്. നികലുപോലെ എന്ന ഗോത്രത്തെ എഡ്ഡകാലം കളുവിയ പറക്കണവുന കുലഞ്ചൂത് തെറ്റയ പോടു എക്കൊഞ്ചി പിരിവ്. മലയാള പരിഭാഷ. വില്ല്. എനിക്കൊരു വില്ല് വേണം, ഞങ്ങളുടെ തീയിൽ മേയാൻ വരുന്നവരുടെ നെഞ്ചിലേക്കെയ്യാൻ. എനിക്കൊരു വില്ല് വേണം, ഞങ്ങളുടെ തീയിൽ മേയാൻ വരുന്നവരുടെ നെഞ്ചിലേക്കെയ്യാൻ. നിഴലുപോലെ എൻ്റെ ഗോത്രത്തിൻ്റെ നല്ല കാലം മോഷ്ടിക്കാൻ വരുന്നവരുടെ കുലം നോക്കി എയ്യാൻ വേണം എനിക്കൊരു വില്ല്. നിഴലുപോലെ എൻ്റെ ഗോത്രത്തിൻ്റെ നല്ല കാലം മോഷ്ടിക്കാൻ വരുന്നവരുടെ കുലം നോക്കി എയ്യാൻ വേണം എനിക്കൊരു വില്ല്. കവിത. എക്ക് പണിയേ ഉള്ളത് ആകാകെ കൈ ജക്കിയ ശീലത്തിനോണ്ട് കണ്ണ് ചുക്കുന്ന അന്തന്മാറായ കൊള്ള പറ്റുകണ്ട് ചെലവുക്ക്. ആകാകെ കൈ ജക്കിയ ശീലത്തിനോണ്ട് കണ്ണ് ചുക്കുന്ന അന്തന്മാറായ കൊള്ള പറ്റുകണ്ട് ചെലവുക്ക്. ആയനായന സാസട്ടോടെ വിശ്വാസമുദ്യാനുള്ള കാലട്ട് നടപ്പനക പെർപ്പകല ദുമ്പകല ചുവാൻ്റെപ്പുകനിച്ച്. ആയനായന സാസട്ടോടെ വിശ്വാസമുദ്യാനുള്ള കാലട്ട് നടപ്പനക പെർപ്പകല ദുമ്പകല ചുവാൻ്റെപ്പുകനിച്ച്. പടവാതൊഞ്ചന്നം എണ്ണായന് നോത്ത് കയറുന്ന ഊറ് റഡ് കയർത്ത കൊടിയിട്ട് പെണ്ണു കുഞ്ഞുകളുടെ കീക്കിളിപ്പൽ ഇനില നിൻ്റെ തിരി. പടവാതൊഞ്ചന്നം എണ്ണായന് നോത്ത് കയറുന്ന ഊറ് റഡ് കയർത്ത കൊടിയിട്ട് പെണ്ണു കുഞ്ഞുകളുടെ കീക്കിളിപ്പൽ ഇനില നിൻ്റെ തിരി. എന്നിട്ടില്ല കാട് കളുവിയ പറക്കനൗട്ട പണിയ ഉള്ള ഇച്ചാക്കണ്ടേ. എക്കള ഒഞ്ചി പേറിട്ടുള്ള കൊടിപ്പൂ പൂവ് ഇടുവു പുളവേണ്ടു മാത്രം. എന്നിട്ടില്ല കാട് കളുവിയ പറക്കനൗട്ട പണിയുള്ള ഇച്ചാക്കണ്ടേ. എക്കള ഒഞ്ചി പേറിട്ടുള്ള കൊടിപ്പൂ പൂവ് ഇടുവു പുളവേണ്ടു മാത്രം. ഇതിൻ്റെ മലയാള പരിഭാഷ. എനിക്ക് പറയുവാനുള്ളത്, അപ്പപ്പോൾ കൈ കഴുകാൻ ശീലിച്ചതുകൊണ്ട് കണ്ണ് കാണുന്ന അന്ധന്മാരാവാൻ എളുപ്പത്തിൽ പറ്റുന്നു ചിലർക്ക്. അപ്പപ്പോൾ കൈ കഴുകാൻ ശീലിച്ചതുകൊണ്ട് കണ്ണ് കാണുന്ന അന്ധന്മാരാവാൻ എളുപ്പത്തിൽ പറ്റുന്നു ചിലർക്ക്. അവനവൻ്റെ ശ്വാസത്തോട് പോലും വിശ്വാസം നഷ്ടമാവുന്ന കാലത്തിലൂടെ നടക്കുമ്പോൾ പുറകോട്ടും മുമ്പോട്ടും നോക്കാതിരിക്കുന്നതെങ്ങനെ? അവനവൻ്റെ ശ്വാസത്തോട് പോലും വിശ്വാസം നഷ്ടമാകുന്ന കാലത്തിലൂടെ നടക്കുമ്പോൾ പുറകോട്ടും മുമ്പോട്ടും നോക്കാതിരിക്കുന്നതെങ്ങനെ? വിശപ്പിനാലൊരെണ്ണം എടുത്തവന് തല്ലിക്കൊന്ന നാട്. 2 കയർത്തുമ്പത്ത് പെൺകുട്ടികളുടെ നിലവിളികൾ ഇന്നും നിന്നിട്ടില്ല. വിശപ്പിനാലൊരെണ്ണം എടുത്തവന് തല്ലിക്കൊന്ന നാട്. 2 കയർത്തുമ്പത്ത് പെൺകുട്ടികളുടെ നിലവിളികൾ ഇന്നും നിന്നിട്ടില്ല. എങ്കിലും
കാട് കക്കാൻ വരുന്നവരോടിനി പറയുവാനുള്ളത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഒറ്റവേരിലും മുളയ്ക്കും, പൂക്കും, കായ്ക്കും എന്ന് മാത്രം. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം പയമേ പണലി. പയമേ പണലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. പയമേ പണലിയിൽ മാവിലൻ ഗോത്രഭാഷയിലെ കവിയും ഗോത്രഭാഷാ സംരക്ഷണ പ്രവർത്തകനുമായ ശ്രീ സുരേഷ് എം മഞ്ഞമ്പരയുടെ കവിതയും ജീവിതവും. കഴിഞ്ഞ പ്രളയത്തെപ്പറ്റി നിങ്ങൾക്കറിയാമല്ലോ. മനുഷ്യൻ പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യുന്നതിൻ്റെ ഫലമായുണ്ടാവുന്ന ദുരന്തങ്ങൾ. പ്രകൃതി ചൂഷണത്തെ സംബന്ധിച്ചൊരു കവിത, പ്രളയം. ക്ഷമിക്കുക, എൻ്റെ രൗദ്രതയ്ക്ക് ഉത്തരവാദി ഞാനല്ല, നിങ്ങളാണ്. നിങ്ങളിൽ ചിലരുടെ ആർത്തിയിൽ നിന്നാണ് എൻ്റെ പിറവി തന്നെ. ക്ഷമിക്കുക, എൻ്റെ രൗദ്രതയ്ക്ക് ഉത്തരവാദി ഞാനല്ല, നിങ്ങളാണ്. നിങ്ങളിൽ ചിലരുടെ ആർത്തിയിൽ നിന്നാണ് എൻ്റെ പിറവി തന്നെ. ഞാൻ ചരിഞ്ഞ ദിശയെ പ്രണയിക്കുന്നവനാണ്, സ്വയം നിയന്ത്രിക്കാനാവാത്തവൻ. എൻ്റെ ശക്തിക്ക് ഒതുങ്ങുന്നതെല്ലാം ഞാൻ കവരും. ഞാൻ ചരിഞ്ഞ ദിശയെ പ്രണയിക്കുന്നവനാണ്, സ്വയം നിയന്ത്രിക്കാനാകാത്തവൻ. എൻ്റെ ശക്തിക്കൊതുങ്ങുന്നതെല്ലാം ഞാൻ കവരും. വിലാപങ്ങൾ കേൾക്കാൻ കാതില്ല, കാഴ്ചകൾ കാണാൻ കണ്ണുമില്ല. ഇതെല്ലാമുള്ള നിങ്ങൾക്കെന്നെ തടയാനാവും എങ്ങനെയെന്നാൽ നിങ്ങളായി ജീവിക്കാൻ ശീലിക്കുക. വിലാപങ്ങൾ കേൾക്കാൻ കാതില്ല, കാഴ്ചകൾ കാണാൻ കണ്ണുമില്ല. ഇതെല്ലാമുള്ള നിങ്ങൾക്കെന്നെ തടയാനാവും എങ്ങനെയെന്നാൽ നിങ്ങളായി ജീവിക്കാൻ ശീലിക്കുക. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം പയമേ പണലി. പയമേ പണലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. പയമേ പണലിയിൽ മാവിലൻ ഗോത്രഭാഷയിലെ കവിയും ഗോത്രഭാഷാ സംരക്ഷണ പ്രവർത്തകനുമായ ശ്രീ സുരേഷ് എം മഞ്ഞമ്പരയുടെ കവിതയും ജീവിതവും. എൻ്റെ കവിതയിലൂടെ ഞാൻ അധികവും പറയാൻ ശ്രമിക്കുന്നത് പ്രതിഷേധത്തിൻ്റെ ഒരു സ്വഭാവത്തിലാണ്. എൻ്റെ ഗോത്രഭാഷയിൽ നിന്നുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിലെ ആനുകാലിക പ്രശ്നങ്ങളിലും ഞാൻ ഇടപെട്ടുകൊണ്ട് കവിതകൾ എഴുതാറുണ്ട്. കൂടുതലും പ്രതിഷേധ രൂപത്തിലാണ്. കാരണം ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് ആദിവാസികളാണ്. ആദിവാസികളെ പൊതുവെ ഇന്നത്തെ ഒരു രീതിയിൽ ആദിവാസികൾ വെറും ഒരു പഠന വസ്തു എന്ന നിലയിലാണ് ചിലരൊക്കെ സമീപിക്കുന്നത്. ചിലർക്ക് ഡോക്ടർ പഠിച്ച് ആദിവാസികളെക്കുറിച്ച് പഠിച്ച് ഡോക്ടറേറ്റ് നേടുന്നതിനും കേന്ദ്ര ഗവൺമെൻറ് മറ്റ് സർക്കാരുകളുടെയൊക്കെ സ്കോളർഷിപ്പുകൾ പഠനത്തിന് വേണ്ടി സ്കോളർഷിപ്പ് വാങ്ങുവാനും ഇത്തരം രീതിയിലല്ലാന്ന് ഇന്ന് എല്ലാവരും അല്ല ചിലരെങ്കിലും ആദിവാസികളെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തിറങ്ങുന്ന അധിക പഠനങ്ങളും ആദിവാസികളെ തെറ്റായ രീതിയിലാണ് അടയാളപ്പെടുത്തുന്നത്. അത്തരത്തിൽ അതുകൂടാതെ തന്നെ ഞാൻ ഒരു എളിയ പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ പ്രകൃതി ചൂഷണത്തിനെതിരെയും ഞാൻ എൻ്റേതായ രീതിയിൽ കവിതകൾ എഴുതാറുണ്ട്. സ്വപ്നം. വരൂ, നമുക്കിനി കാട് തേടി നടക്കാം. നടത്തത്തിനിടയിൽ ഒരാൾ പറഞ്ഞു, ഞാനാണ് കാടിനെ ആദ്യം കാണുന്നതെങ്കിൽ അവിടെ എനിക്കൊരു വൻ മരമാവണം. വരൂ, നമുക്ക് ഇനി കാട് തേടി നടക്കാം. നടത്തത്തിനിടയിൽ ഒരാൾ പറഞ്ഞു, ഞാനാണ് കാടിനെ ആദ്യം കാണുന്നതെങ്കിൽ അവിടെ എനിക്കൊരു വൻ മരമാവണം. മറ്റൊരാൾ പറഞ്ഞു, എങ്കിൽ എനിക്കതിൻ്റെ ചില്ലയാകണം, കാരണം കൂടുകൂട്ടാൻ ചില്ല തേടി കിളികളെത്തും. മറ്റൊരാൾ പറഞ്ഞു, എങ്കിൽ എനിക്കതിൻ്റെ ചില്ലയാകണം, കാരണം കൂടുകൂട്ടാൻ ചില്ല തേടി കിളികളെത്തും. ഒരാൾ പറഞ്ഞു, കിളികളാവാൻ ഞാനാണ് യോഗ്യൻ.
എനിക്ക് ഒരു അരുവിയാകണമെന്ന് ഇടയ്ക്കാരോ പറഞ്ഞു. ഒരാൾ പറഞ്ഞു, കിളികളാവാൻ ഞാനാണ് യോഗ്യൻ. എനിക്ക് ഒരു അരുവിയാകണമെന്ന് ഇടയ്ക്കാരോ പറഞ്ഞു. എങ്കിലും ഇല്ലാത്തൊരു കാടിനെ തേടി നടക്കുമ്പോഴും സ്വപ്നം കാണുകയായിരുന്നു. മഴയായി കാടിനാഴങ്ങളിൽ പെയ്ത് നിറയാനും വസന്തവും ഗ്രീഷ്മവും ശിശിരവും എല്ലാം ഞാനാവണമെന്ന്. എങ്കിലും ഇല്ലാത്തൊരു കാടിനെ തേടി നടക്കുമ്പോഴും സ്വപ്നം കാണുകയായിരുന്നു. മഴയായി കാടിനാഴങ്ങളിൽ പെയ്ത് നിറയാനും വസന്തവും ഗ്രീഷ്മവും ശിശിരവും എല്ലാം ഞാനാവണമെന്ന്. ശ്രീ അംബികാസുധൻ മാങ്ങാട് മാഷിൻ്റെ എന്മകജെ എന്ന നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട കവിത. കാഴ്ചകൾ. എന്മകജയിലൂടെ സ്വർഗ കടന്നെത്തിയാൽ കാണാവുന്നത് വിഷമഴ നനഞ്ഞ് മരണത്തിലേക്ക് നടന്നുപോയവരുടെ കാൽപ്പാലുകളും. എന്മകജയിലൂടെ സ്വർഗ കടന്നെത്തിയാൽ കാണാവുന്നത് വിഷമഴ നനഞ്ഞ് മരണത്തിലേക്ക് നടന്നുപോയവരുടെ കാൽപ്പാടുകൾ. ആ നനവ് പറ്റാത്ത പുതുതലമുറ അവനവൻ്റെ മരണവും ചുമന്ന് ജീവിക്കുന്ന രക്തസാക്ഷികളാവുന്നതും. എന്മകജയിലൂടെ സ്വർഗ കടന്നെത്തിയാൽ കാണാവുന്നത് കുഴിമാടങ്ങളിലെല്ലാം പാതിയിൽ അറ്റുപോയ സ്വപ്നങ്ങൾ പൂത്തിരിക്കുന്നത്. കുഴിമാടങ്ങളിലെല്ലാം പാതിയിൽ അറ്റുപോയ സ്വപ്നങ്ങൾ പൂത്തിരിക്കുന്നത്. എന്മകജയിലൂടെ സ്വർഗ കടന്നെത്തിയാൽ കാണാവുന്നത് ഊഞ്ഞാലാടി പൂവിൻ സുഗന്ധം നുകർന്ന് പൂമ്പാറ്റകൾക്കൊപ്പം കളിച്ച് നടക്കുവാനാവാത്ത ബാല്യങ്ങളെ. ഊഞ്ഞാലാടി പൂവിൻ സുഗന്ധം നുകർന്ന് പൂമ്പാറ്റകൾക്കൊപ്പം കളിച്ച് നടക്കാനാവാത്ത ബാല്യങ്ങളെ. എന്മകജയിലൂടെ സ്വർഗ കടന്നെത്തിയാൽ കാണാവുന്നത് മുഖയായി ഒഴുകുന്ന ജലജീവികളില്ലാത്ത കോടാങ്കരിത്തോടിനെ. എന്മകജയിലൂടെ സ്വർഗ കടന്നെത്തിയാൽ കാണാവുന്നത് മുഖയായി ഒഴുകുന്ന ജലജീവികളില്ലാത്ത കോടാങ്കരിത്തോടിനെ. എന്മകജയിലൂടെ സ്വർഗ കടന്നെത്തിയാൽ കാണാവുന്നത് പഞ്ചിവൈദ്യർ തോറ്റു കുന്നിറങ്ങിപ്പോയ ഇടവഴികൾ. പഞ്ചിവൈദ്യർ തോറ്റു കുന്നിറങ്ങിപ്പോയ ഇടവഴികൾ. എന്നിട്ടും എപ്പോഴും പൂക്കുന്ന മുള്ളില്ലാത്ത വേലി തീർത്ത ഒരു ജനതയെ നാം ഇന്നും കാണാതെ പോകുന്നു. എന്നിട്ടും എപ്പോഴും പൂക്കുന്ന മുള്ളില്ലാത്ത വേലികൾ തീർത്ത ഒരു ജനതയെ നാം ഇന്നും കാണാതെ പോകുന്നു. റേഡിയോ മലയാളത്തിന് എൻ്റെ നന്ദി. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.